മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഞാനിതിന്ന് ഒരു വലിയൊരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് കഷ്ണങ്ങളാക്കി എടുക്കാം. അതിൻ്റെ അകത്തെ ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് മത്തങ്ങ. നമ്മളതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാത്തത് കൊണ്ടാണ് പലരും അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താത്തത്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ മത്തങ്ങയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ആൽഫ കരോട്ടിൻ, ബീറ്റ കരോട്ടിൻ, നാരുകൾ, വിറ്റമിൻ സി, വൈറ്റമിൻ ഇ, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയുടെ കലവറയും കൂടിയാണ് മത്തങ്ങ. ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മത്തങ്ങയുടെ കഷ്ണങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മത്തങ്ങ വേവിക്കാനായിട്ട് കുക്കർ വേണമെന്നില്ല, സാധാരണ പാത്രത്തിൽ വെച്ചാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നടുകെ പിളർന്നിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിതിലേക്ക് 4 ചുവന്നുള്ളിയും കൂടി ഒന്ന് നടുകെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മത്തങ്ങ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വന്നാൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വേവിച്ചെടുക്കാം. മത്തങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ചുവന്നുള്ളിയും ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മത്തങ്ങ ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിടുകയാണ്. ഞാനിതൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു തവിയുണ്ട്, ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. 1-2 പീസൊക്കെ ഇടയ്ക്ക് ഉടയാതെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ശരീരഭാരം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഡയറ്റിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് മത്തങ്ങ. കലോറി വളരെ കുറഞ്ഞതും ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതും കൊണ്ട് ഇത് ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അല്പം കൂടെ ഇതിന് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ അരച്ച് ചേർത്തതുകൊണ്ട് ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് സ്റ്റവ് ഓഫ് ചെയ്തെടുക്കണം. തിളച്ച് വരുമ്പോഴേക്കും തന്നെ നമുക്ക് ഇത് സ്റ്റവിൽ നിന്ന് മാറ്റാം. മത്തങ്ങയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. മത്തങ്ങ കുരുവിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, മഗ്നീഷ്യം, സിങ്കം, ഫാറ്റി ആസിഡുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിലേക്ക് അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മത്തങ്ങയിൽ അടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടിൻ ചർമ്മത്തിലെ ചുളിവുകളും ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളും തടയുന്നു. ഒപ്പം ചർമ്മം തിളങ്ങാനും ഇത് സഹായിക്കുന്നു. മത്തങ്ങയും മത്തങ്ങ കുരുവുമൊക്കെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും മത്തങ്ങ കഴിക്കാനായിട്ട് നല്ലതാണ്. ഇപ്പം നമ്മുടെ കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടുമ്പോഴേക്കും അതിലേക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് മുറിച്ചതുകൂടെ ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ നാടൻ മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള മത്തങ്ങ നമ്മുടെ ഡയറ്റിൽ ഡെയിലി നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.